നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സർ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ബോധപൂർവം അക്കൗണ്ട്സിൽ ഞാൻ ക്രമക്കേടുകളൊന്നും വരുത്തിയിട്ടില്ല. സത്യം. ബോധപൂർവം ആണെങ്കിലും അല്ലെങ്കിലും അക്കൗണ്ട്സിൽ മിസ്മാച്ചിങ് ഉള്ളത് ശരിയായ കാര്യമാണോ രാജു? എന്റെ കണക്കിന് നീ ചെയ്തതും മോഷണവും ഒന്നാണ്. രാജുനെ ഞാൻ കോൾ ചെയ്തത് രാജുന് എങ്ങനെയുണ്ടെന്ന് അറിയാനാ. രാജു അപ്പൊ കോളും എടുത്തില്ല. എനിക്കാണെങ്കിൽ ഒരു സമാധാനം കിട്ടിയില്ല. മാഡം, ഞാൻ ഓക്കെയാണ്. കണ്ടില്ലേ? ഇത് രണ്ടും എന്താ ഈ നിന്ന് കുറുകുന്നേ? വീട്ടിനകത്ത് നിന്ന് സംസാരിക്കുന്നത് മതിയാകഞ്ഞിട്ടാണോ മുറ്റത്തിറങ്ങുന്ന രണ്ടും കൂടെ കുഞ്ചി കുഴയുന്നത്? എന്റെ അനിയനെ പറഞ്ഞാ മതിയല്ലോ. ഒരുപാട് സമയം സാറ് സംസാരിക്കുന്നു. എന്റെ ജോലിയൊന്നും തീർന്നിട്ടില്ല. എന്നോട് കുറച്ചു നേരം സംസാരിച്ചു എന്ന് വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാനാണ് ഈ വീടിന്റെ യഥാർത്ഥ അവകാശി. മനസ്സിലായോ? മനസ്സിലായി സാർ. മോനെ ദീപകേ, എന്താ മോനെ ഇവിടെ? അല്ലമ്മേ, ഞാൻ പുതിയ സെർവന്റ് ഒന്ന് പരിചയപ്പെടുമായിരുന്നു. പരിചയപ്പെട്ട് കഴിഞ്ഞോ? ആ, കഴിഞ്ഞമ്മേ. ആ, ചെല്ല്, പോയി കിച്ചൺ വൃത്തിയാക്ക്. ശരി മാഡം. മോനിങ്ങ അടുത്ത് വന്നേ. എന്താ അമ്മേ? അമ്മ എന്തിനാ അടിച്ചത്? ആരാടാ അവള്? അമ്പാനിയുടെ മകളോ? സ്വന്തം നിലയും വിലയും മറന്ന് ഒരു പീറ ജോലിക്കാരിയുടെ കൂടെ നിന്ന് അവൻ കൊഞ്ചി കുഴയുന്നു. കുറച്ചെങ്കിലും വിവരം ഉണ്ടാടാ നിനക്ക്? അല്ലമ്മേ, അത് ഞാനവളൊന്ന് പരിചയപ്പെടാൻ വേണ്ടി. എന്നിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞോ? ഹോ, നിന്നെ പോലെ ഒരുത്തനാണല്ലോ എന്റെ വയറ്റി വന്ന് പെറന്നേന്ന് ആലോചിക്കുമ്പോഴേ എനിക്ക് പശ്ചാത്താപമുണ്ട്. നീ ഇവിടെ നിന്ന് ജോലിക്കാരിയുമായി ശൃംഗരിച്ചോ? നിന്റെ മുറപ്പെണ്ണ് വീടിന്റെ മുറ്റത്ത് നിന്ന് ആ രാജുവുമായി സംസാരിക്കുക. എറിയാൻ കയ്യിൽ കല്ല് കിട്ടിയിട്ട് അതെവിടേക്കാണ് എറിയേണ്ടതെന്ന് അറിയാത്ത ഒരുത്തനായി പോയല്ലോടാ നീ. ഇപ്പൊ രാജുന് മനസ്സിലായോ ഞാനെന്തിനാ രാവിലെ തന്നെ ദേഷ്യപ്പെട്ടതെന്നും എന്തിനാ രാത്രിയിൽ കോൾ ചെയ്തതെന്നും? എന്തിനാ പറ. അല്ല, ഞങ്ങളും കൂടി ഒന്ന് കേക്കട്ടെ. വീടിനകത്ത് സംസാരിക്കുന്നത് മതിയാകുന്നില്ലേ നിങ്ങൾക്ക്? വീട്ടിന്റെ മുറ്റത്ത് നിന്ന് സംസാരിച്ച് കാണുന്നവരെ കൊണ്ട് അതും ഇതും പറയണമായിരിക്കും. ഇതൊന്നും പോരാഞ്ഞിട്ട് രാത്രിയിൽ ഫോൺ ചെയ്യാനും തുടങ്ങി അല്ലേ? ഈ വീട്ടിലെ ഒരു സാധാരണ ജോലിക്കാരനോട് ഇത്രയും അടുത്ത് ഇടപഴകേണ്ട കാര്യമുണ്ടോ നിനക്ക്? രാജു, നിന്റെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കി നിന്നാ നിനക്ക് നല്ലത്. മനസ്സിലായോ? ഈ കുടുംബത്തിലെ പെൺകുട്ടികളോട് നിനക്കെന്താ ഇത്ര കാര്യമായിട്ട് സംസാരിക്കാനുള്ളത്? അല്ല, എന്റെ അനിയന്റെ കാര്യം നോക്കുന്ന കൂലിക്കാരൻ അവന്റെ കാര്യം മാത്രം നോക്കിയാ മതി. ആരെ എവിടെ നിർത്തണമെന്ന് ഇതുവരെ നീ പഠിച്ചിട്ടില്ലേ? നീ അത് എന്നെ കണ്ടു പഠിക്ക്. നിന്റെ അച്ഛനെങ്ങാനുമാണ് ഇത് കണ്ടിരുന്നെങ്കിൽ വീടിന് പുറത്താക്കിയതിനെ രണ്ടിനെ. ഓടി ഇങ്ങോട്ട് വരാൻ. ചേട്ടാ. ആ ദിവ്യ, ജോലിക്ക് എങ്ങനെയുണ്ട്? തനിക്കിവിടെ ഓക്കെ അല്ലേ? അയ്യോ, അതെന്താ ചേട്ടൻ അങ്ങനെ ചോദിച്ചേ? എനിക്കിപ്പോ ഈ ജോലിയുടെ ആവശ്യം എത്രത്തോളം ഉണ്ടെന്ന് ചേട്ടൻ അറിയാവുന്നല്ലേ. ഇവിടെ ജോലി വാങ്ങി തന്നതിന് ചേട്ടനോട് നന്ദി പറയാനാ ഞാൻ ചേട്ടനെ കണ്ടപ്പോ വിളിച്ചത്. നന്ദി പറച്ചിലൊന്നും ആവശ്യമില്ല ദിവ്യ.
ജോലികളൊക്കെ കൃത്യമായിട്ട് വൃത്തിയായിട്ട് ചെയ്താ വർമ്മ സാറ് ജോലി സ്ഥിരപ്പെടുത്തി തരും. ശമ്പളവും വർദ്ധിപ്പിച്ചു തരും. ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിൽ വേണം. ശരി ഏട്ടാ. ഞാൻ ആരെ കണ്ണുവച്ചാലും ഇടയ്ക്ക് കയറുവാണല്ലോ. എപ്പോഴും പെണ്ണുങ്ങളുടെ ഇടയിൽ കിടന്ന് കറങ്ങാൻ ഇവനാരോ? ശ്രീകൃഷ്ണനോ? എപ്പോ നോക്കിയാലും ഇവൻ ഋതികയുടെ പിന്നിലായിരുന്നു. ഇപ്പൊ ദേ ഇവളുടെ കൂടെ. എന്നേക്കുമായി ഇവൻ ഇവിടെ നിന്ന് പുറത്താക്കണം. സാർ, ആ കൃത്യസമയത്ത് ഓഡിറ്ററിന്റെ വരവ്. ഞാൻ ദേ കുറച്ചു മുമ്പ് നിങ്ങളെ കാണുന്നില്ലല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. ആ എങ്കിൽ ശരി ദിവ്യ, തന്റെ ജോലികൾ ആ ശരി. ഓഡിറ്റർ എന്താ യാതൊരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് വന്നിരിക്കുന്ന? അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ ഉണ്ട് സാർ, എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തോ പ്രശ്നമുണ്ടല്ലോ. സർ, ഫയൽ റെഡിയല്ലേ? ആ റെഡിയാണ് സർ. വരും. നമസ്കാരം സാർ. ഓഡിറ്ററെ രാജുവാണ് വിളിപ്പിച്ചത്. ഏയ് അല്ല സർ. ഓഡിറ്ററിനെ ഞാനാണ് അമ്മാവ വിളിപ്പിച്ചത്. അമ്മാവ, ഞാൻ ഓഡിറ്ററിനോട് വരാൻ പറഞ്ഞത് ചില കാര്യങ്ങൾ അമ്മാവനെ ബോധിപ്പിക്കാനാ. അക്കൗണ്ട്സ് നോക്കുന്ന ഉത്തരവാദിത്വം രാജുവിനല്ലേ? നീ എന്തിനാ വെറുതെ അറിയാത്ത കാര്യങ്ങൾ ഇടപെടുന്നത്? അമ്മാവന്റെ കണ്ണ് വെടിച്ച് നടത്തുന്ന കൃത്രിമങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് അമ്മാവന്റെ അനന്തരവനായ എന്റെ കടമയല്ലേ? എന്ത് കൃത്രിമങ്ങൾ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? ദാ, ഇത് കഴിഞ്ഞ 2 വർഷത്തെ ഓഡിറ്റിംഗ് റിപ്പോർട്ടും ഞാൻ അതിൽ നിന്നും മനസ്സിലാക്കിയ ചില ക്രമക്കേടുകളുടെ ലിസ്റ്റുമാണ്. രാജു എനിക്ക് തന്നുകൊണ്ടിരുന്ന അക്കൗണ്ട്സിൽ ചില മിസ്റ്റേക്കുകളുണ്ട്. ദീപക് സാറാണ് അത് ചൂണ്ടിക്കാണിച്ചത്. ഞാൻ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ അക്കൗണ്ട്സിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇക്കാര്യം വർമ്മ സാറിനെ നേരിട്ട് കാണിച്ച് ബോധ്യപ്പെടുത്താൻ ദീപക് സാർ വിളിച്ചിട്ട് വന്നതാണ് ഞാൻ. സർ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ബോധപൂർവം അക്കൗണ്ട്സിൽ ഞാൻ ക്രമക്കേടുകളൊന്നും വരുത്തിയിട്ടില്ല. സത്യം. ബോധപൂർവം ആണെങ്കിലും അല്ലെങ്കിലും അക്കൗണ്ട്സിൽ മിസ്മാച്ചിങ് ഉള്ളത് ശരിയായ കാര്യമാണോ രാജു? എന്റെ കണക്കിൽ നീ ചെയ്തതും മോഷണവും ഒന്നാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.